ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 9 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്തിരിക്കുന്നത് നോക്കുക. വാട്സ്ആപ്പ് ഗേസ് വോക്കസ്മെന്റ് നാസിമാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ സെക്ഷനിൽ ടാഗ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ഇഷ്യൂ കാണിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടുകൊള്ളുക. ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. നമുക്ക് ടാഗ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു. ആഡ് ടാഗ്സ് ഇൻഫോ എന്നുള്ള ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന പോലെയുള്ള ഈ ഒരു സെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മളോട് ലോഗിൻ ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ലോഗിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. പാസ്വേഡ് കൊടുത്താലും, നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ കോഡ് കൊടുത്താലും, സെക്യൂരിറ്റി കോഡ് കൊടുത്തു കഴിഞ്ഞാലും, എന്ത് കാണിച്ചാലും വീണ്ടും ഈ ഒരു പേജിലേക്ക് തന്നെ നമ്മളെ ഒരു ലൂപ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മാസങ്ങളായിട്ട് പലരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ലോഗിൻ ലൂപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു ബഗ്ഗാണ്. ഇത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 9 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടാഗ്സ് ഇൻഫോ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ലോഗിൻ ലൂപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നതുമാണ്. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ലോഗിൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പല ബഗ്ഗുകളും മാറാൻ ഈ ഒരു റീസ്റ്റാർട്ട് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വരുന്ന ബഗ്ഗുകൾ മാറാൻ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സോഫ്റ്റ്വെയർ ബഗ് ഒക്കെ ആണെങ്കിൽ അത് മാറിക്കിട്ടും. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഏറ്റവും പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ടോ എന്ന് നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു അപ്ഡേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. കാരണം മറ്റൊന്നുമല്ല, പുതിയ പുതിയ ഫീച്ചേഴ്സ് വന്നു കഴിയുമ്പോൾ പല ബഗ്ഗുകളും കണ്ടെത്തുന്നുണ്ടായിരിക്കും. അപ്ഡേറ്റ് വരുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് ബഗ്ഗുകൾ മാറ്റാൻ വേണ്ടിയാണ്. ബന്ധപ്പെട്ട കമ്പനികൾ നിങ്ങളുടെ ബഗ്ഗുകളോ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയാണ് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷന്റെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. എന്നിട്ടും ഈ ഒരു ലോഗിൻ ഇഷ്യൂ വരികയാണ്. അപ്പോൾ നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ഡാറ്റ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിലൂടെ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സെറ്റിംഗ്സ്, മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്പ് സെറ്റിംഗ്സ് അല്ലെങ്കിൽ ആപ്പ് മാനേജർ, ഈ 2 ഓപ്ഷൻ ആയിരിക്കും പല മൊബൈൽസിലും ഉള്ളത്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ക്ലിയർ ഡാറ്റ, ക്ലിയർ ക്യാച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക, അതിനുശേഷം ക്ലിയർ ക്യാച്ച് കൊടുക്കുക. ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റീലോ പോസ്റ്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഡ്രാഫ്റ്റിലാണ് കിടക്കുന്നതെങ്കിലും അതെല്ലാം അങ്ങ് പോകും. ഒരു ഫ്രഷ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെയാണോ ഓപ്പൺ ആയി വരുന്നത് ആ ഒരു പരുവത്തിലായിരിക്കും. എങ്കിൽ കൂടി നിങ്ങളുടെ ഫോളോവേഴ്സ് ഒന്നും പോകുമെന്നല്ല. ഫ്രഷ് എന്ന് പറയുമ്പോൾ പല ആളുകളും സംശയിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതേപോലെ തന്നെ കാണും. നിങ്ങൾ അതിൽ ഡ്രാഫ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ പോസ്റ്റോ റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി പോകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോളോവേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരത്തില്ല. ഡ്രാഫ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പോകും. ഇത്തരത്തിൽ നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ടാക്സിന്റെ ലോഗിൻ ലൂപ്പ് മാറി കിട്ടുന്നതാണ്. ഇനി ഇതും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല, ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രൗസർ വഴി നിങ്ങൾ ഇതൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ബ്രൗസർ വഴി ലോഗിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് നിങ്ങളുടെ ബ്രൗസറിനെ കൺവേർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ക്രോം ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ ഇൻസ്റ്റാഗ്രാം ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുക. ദെൻ ക്രോമിന്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഡെസ്ക്ടോപ്പ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും പാസ്വേഡും നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, ലോഗിൻ ആകുക. ഇതിന് ശേഷം നിങ്ങളുടെ ടാക്സ് ഇൻഫോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നിങ്ങൾക്ക് ഒരു പരിധിവരെ ടാക്സ് ലൂപ്പിന്റെ ഇഷ്യൂ, ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ ഇഷ്യൂ മാറി കിട്ടുന്നതാണ്. ഇനി ബ്രൗസർ വഴിയും ചെയ്തിട്ടും ഈ ഒരു ഇഷ്യൂ വീണ്ടും വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോഗിൻ ലൂപ്പ് മാക്സിമം മാറി കിട്ടുന്നതാണ്. സപ്പോസ് ഇനി ഇതും ചെയ്തു, നിങ്ങൾ ഈ ഒരു 5 കാര്യം ചെയ്തിട്ട് ഇത് മാറി കിട്ടുന്നില്ല, അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക.
പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഈ ഒരു ലോഗിൻ ലൂപ്പിൽ തന്നെയുണ്ട്. ലോഗിൻ ലൂപ്പ് നിങ്ങൾ ടാക്സ് ഇൻഫോ കൊടുത്തു, അതിനുശേഷം ലോഗിൻ ലൂപ്പ് വരികയാണ്. പാസ്വേഡും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. ഇത് അടിച്ചു കഴിയുമ്പോൾ തൊട്ട് താഴെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ ഒരു ഫോർഗോട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പിലേക്കോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഒരു കോഡ് വരികയോ അല്ലെങ്കിൽ ഇമെയിലേക്ക് ഒരു കോഡ് വരികയോ ചെയ്യും. ഈ ഒരു കോഡ് വഴി നിങ്ങൾക്ക് പാസ്വേഡ് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ടാക്സ് ഇൻഫോയിലേക്ക് വരിക, വീണ്ടും ടാക്സ് ഇൻഫോ കൊടുക്കുക. ടാക്സ് ഇൻഫോ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ലോഗിൻ പേജിലേക്ക് വരും. നിങ്ങളുടെ ആ ഒരു ലോഗിൻ ID അല്ലെങ്കിൽ യൂസർ നെയിം ഏതാണോ ആ യൂസർ നെയിമും പുതിയ നമ്മൾ മാറ്റിയ പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. സെക്യൂരിറ്റി കോഡ് നിങ്ങളുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലോ വരുന്നതായിരിക്കും. അത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ടാക്സ് ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആകുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ടും ലോഗിൻ ലൂപ്പ് മാറുന്നില്ല, വീണ്ടും അതേപോലെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ, ഓൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്യുക. തൽക്കാലത്തേക്ക് മാത്രം ഓഫ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ശ്രമിക്കുക. ആ ഒരു ശ്രമം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴിയോ ഇല്ലെങ്കിൽ ബ്രൗസർ വഴിയോ 2 രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഈ 2 രീതിയിലും നിങ്ങൾ നോക്കിയതിനു ശേഷം ടാക്സ് ഓക്കെ ആയിട്ടുണ്ട്, ഈ ലൂപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ തന്നെ ചെയ്തിടുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എപ്പോഴും ഓൺ ചെയ്തിടുന്നതാണ് നമ്മുടെ അക്കൗണ്ടിൽ ഏറ്റവും സുരക്ഷ എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഹാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രിവെന്റേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇടുന്നത്. ഇത്രയും ചെയ്തിട്ടും ഈ ഒരു ലൂപ്പ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുന്നു. നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ടാക്സ് ഇൻഫോ കൊടുക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ പേജ്, ആ ഒരു ലൂപ്പ് പേജ് തന്നെ വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് കണക്ട് വിത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ ഒരു ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ ID പാസ്വേഡും കൊടുത്തതിന് ശേഷം അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉറപ്പായിട്ട് മാറുന്നതാണ്. ദെൻ ഇനി നിങ്ങൾക്ക് ഇത് മാറിയിട്ടില്ല, ഇത്തരത്തിലും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക, പ്രൊഫൈൽ എടുക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ റിപ്പോർട്ട് പ്രോബ്ലം എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഈ ഒരു സമയത്ത് ഈ വരുന്ന ഈ ഒരു പേജിൽ നിങ്ങൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ലോഗിൻ ലൂപ്പിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ നിങ്ങൾ എടുത്തു വെക്കുക. 3 സ്ക്രീൻഷോട്ടാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു 3 സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്തു വെക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ പറയുന്നത്. ദെൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഈ റിപ്പോർട്ട് പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് ആ ഒരു ബോക്സിൽ എൻ്റർ ചെയ്യുക. ദെൻ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ ടീമിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു മറുപടി വരുന്നതായിരിക്കും. ആ ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ലൂപ്പ് ഇഷ്യൂ ഉറപ്പായിട്ടും മാറുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ ഒരു ടാക്സിന്റെ ലോഗിൻ ലൂപ്പ് ഇഷ്യൂ മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കമന്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും ചോദിക്കുക, ഞാൻ അതിനുള്ള ആൻസർ തരുന്നതാണ്. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്ക്രീനിലും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.